നമസ്കാരം. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. പോരാട്ടത്തിന് രാഷ്ട്രീയ പാർട്ടികൾ കച്ചമുറുക്കി കഴിഞ്ഞു. ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിക്കുന്ന സൂചനകൾ ഇതിനോടകം പ്രകടമായിട്ടുണ്ട്. പാർലമെന്റ് സമ്മേളനം സമാപിച്ചു. ഇനി കുരുക്ഷേത്രത്തിൽ കാണാമെന്ന വെല്ലുവിളിയോടെ അങ്കത്തട്ടിലിറങ്ങുകയാണ് നേതാക്കൾ. പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ആരാകും സ്ഥാനാർത്ഥി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ആര് എന്ന ചോദ്യത്തിന് കനം വെച്ച് തുടങ്ങിയിരിക്കുന്നു. ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഓരോ മണ്ഡലത്തിലെയും സ്ഥിതി വിലയിരുത്തുകയാണ് കേരള വിഷൻ ന്യൂസ്. ഒപ്പം 3 മുന്നണികളുടെയും സാധ്യതാ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തുന്നു. കഴിഞ്ഞ ലക്കം നമ്മൾ എറണാകുളം, ചാലക്കുടി മണ്ഡലങ്ങൾ പരിശോധിച്ചു. ഇന്ന് പോകുന്നത് തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളിലേക്കാണ്. ആദ്യം തൃശൂരിലെ സ്ഥിതി വിലയിരുത്താം. കേരളത്തിന്റെ സാംസ്കാരിക ഗരിമയുടെ തലയെടുപ്പാണ് തൃശൂർ. രാഷ്ട്രീയ ഭൂപടത്തിൽ കൊമ്പന്മാരെ വീഴ്ത്തിയ അടയാളപ്പെടുത്തലും ഈ മണ്ഡലത്തിനുണ്ട്. ആ ചരിത്രത്തിലേക്ക് ഒന്നു പോകാം. 1957 മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കൂടുതൽ തവണയും ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നു തൃശൂരിന്റെ ജനമനസ്. 1980 വരെ കെ വാര്യർ, സി ജനാർദ്ദനൻ, കെ രാജൻ എന്നിവരിലൂടെ മണ്ഡലം ചുവന്നു തന്നെ നിന്നു. 1984 PA ആന്റണി തൃശൂരിൽ ത്രിവർണം ചാർത്തി. 89 PA ആന്റണി വിജയം ആവർത്തിച്ചു. 1991 PC ചാക്കോയുടെ ഊഴം. 96 രാഷ്ട്രീയ കേരളം ഞെട്ടിയ അട്ടിമറിക്കും തൃശൂർ സാക്ഷിയായി. സാക്ഷാൽ കെ കരുണാകരനെ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ മലർത്തിയടിച്ചത് CPIയുടെ VV രാഘവൻ. 98 രാഘവനൊപ്പം മണ്ഡലം നിന്നു. 1999 AC ജോസ് തൃശൂരിനെ വീണ്ടും UDF പാളയത്തിലെത്തിച്ചു. 2004 CK ചന്ദ്രപ്പനിലൂടെ ചെങ്കൊടി പാറി. 2009 PC ചാക്കോയ്ക്കും UDFിനൊപ്പമായിരുന്നു മണ്ഡല മനസ്സ്. 2014 CN ജയദേവനിലൂടെ ഇടതുമുന്നണിയുടെ ഊഴം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപൻ തൃശൂരിനെ ഒരിക്കൽ കൂടി UDFിനൊപ്പം ചേർത്ത് നിർത്തി. 2019 റെക്കോർഡ് വിജയമാണ് TN പ്രതാപൻ നേടിയത്. ആ തെരഞ്ഞെടുപ്പിലെ കണക്കുകളൊന്ന് പരിശോധിക്കാം. 93,633 വോട്ടായിരുന്നു TN പ്രതാപന്റെ ഭൂരിപക്ഷം. പ്രതാപൻ 4,15,058 വോട്ട് നേടി. CPI സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന്റെ അക്കൗണ്ടിലെത്തിയത് 3,21,456 വോട്ട്. BJP സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയ ചലച്ചിത്രതാരം സുരേഷ് ഗോപി 2,93,822 വോട്ട് നേടി. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ളത്. 7ഇടത്തും LDF പ്രതിനിധികൾ. ഗുരുവായൂർ NK അക്ബർ, മണലൂർ മുരളി പെരുന്നെല്ലി, ഒല്ലൂർ കെ രാജൻ, തൃശൂർ P ബാലചന്ദ്രൻ, നാട്ടിക C മുകുന്ദൻ, ഇരിങ്ങാലക്കുട R ബിന്ദു, പുതുക്കാട് KK രാമചന്ദ്രൻ എന്നിവരാണ് MLA മാർ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പൂരത്തിനായി ചെണ്ടപ്പുറത്ത് കോല് വീണത് ആദ്യം തൃശൂരിലാണ്. BJP ദേശീയ നേതൃത്വത്തിന്റെ കണ്ണും കാതും പതിയുന്ന തൃശൂർ ഇത്തവണ തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ കൂട്ടപ്പൊരിച്ചിൽ കാത്തിരിക്കുകയാണ്. മണ്ഡലം നിറഞ്ഞു നിൽക്കുന്ന TN പ്രതാപന്റെ നയചാതുരിയും വ്യക്തിബന്ധങ്ങളുമാണ് UDFിന്റെ കരുത്ത്. ഒപ്പം എല്ലാ സമുദായങ്ങളുമായും അദ്ദേഹം പുലർത്തുന്ന ഊഷ്മള സൗഹൃദവും UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസമുയർത്തുന്നു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ MP എന്ന നിലയിലുള്ള പ്രതാപന്റെ പ്രവർത്തനവും വിലയിരുത്തപ്പെടും. ശ്രീ TN പ്രതാപന്റെ പാർലമെന്റ് അംഗം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം വിലയിരുത്തുമ്പോൾ ഒരു ശരാശരി നിലവാരത്തിൽ മാത്രമേ പൊതുവെ ആളുകൾ കാണുന്നുള്ളൂ. എനിക്ക് പ്രതാപനുടെ വ്യക്തിപരമായ താല്പര്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എക്സംപ്ലറി ആയിട്ട് നന്നായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ആദ്യകാലത്തൊക്കെ വളരെ പ്രതീക്ഷ നൽകിയിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകളും മറ്റുമൊക്കെ. പക്ഷേ ക്രമേണ ഒരു പെർഫോമർ, ഒരു പ്രകടനക്കാരനായിട്ട് ആണ് ജനങ്ങൾ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് എന്ത് വികസന പ്രവർത്തനമാണ് നമുക്ക് കാണാവുന്ന, അനുഭവിക്കാവുന്ന രീതിയിൽ ഇവിടെ അദ്ദേഹം കൊണ്ടുവന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നേയില്ല. ഇപ്പോൾ ഹൈവേ വരുന്നതോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ മൊത്തത്തിലുള്ള വികസനത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളോ അതൊന്നും ഇവിടെ ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ കൊണ്ടുവന്നതായിട്ട് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല.
ഒരു ഘട്ടത്തിൽ നിയമസഭയിലേക്ക് ഒരു കൈ നോക്കാമെന്ന ചിന്തയിലായിരുന്നു ടി.എൻ. പ്രതാപൻ. എന്നാൽ ഹൈക്കമാൻഡ് അനുകൂലമായിരുന്നില്ല. സിറ്റിംഗ് എം പി ഇല്ലെന്ന കണക്കുകൂട്ടലിൽ മറ്റു ചില നേതാക്കൾ അണിയറ നീക്കം നടത്തിയെങ്കിലും ഒടുവിൽ പ്രതാപൻ ഉറച്ചതോടെ പിൻവാങ്ങുകയായിരുന്നു. കേരളത്തിൽ തന്നെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഏറ്റവും പ്രകടമായ ജില്ലയിൽ സമവാക്യങ്ങളൊക്കെ സങ്കീർണമാണ്. എങ്കിലും ദേശീയ സംസ്ഥാന നേതൃത്വം വടിയെടുത്തു നിൽക്കെ ഐക്യത്തിന്റെ കൊടി ഉയർത്തുകയാണ് പ്രാദേശിക നേതാക്കൾ. തൃശ്ശൂരിൽ UDF രാഷ്ട്രീയം കോൺഗ്രസിനെ കേന്ദ്രീകരിച്ച് മാത്രമാണ് നിൽക്കുന്നത്. ലീഗോ കേരള കോൺഗ്രസോ മറ്റേതെങ്കിലും ഘടകകക്ഷികളോ തൃശ്ശൂരിൽ UDFിൽ ഒരു പ്രസക്തമായ സാന്നിധ്യമായിട്ടില്ല. കോൺഗ്രസ് മാത്രം. കോൺഗ്രസ് ആണെങ്കിൽ 2-3 ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ വല്ലാത്ത വടംവലികളിൽ കൂടി നീങ്ങുന്ന ഒരു അന്തരീക്ഷമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ളത്. തുടക്കത്തിൽ ഇതിനകത്ത് ഒരു സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രതാപന് ഈ UDFിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൊണ്ട് അനുഭവപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. എന്ത് കാര്യം അദ്ദേഹം മത്സരിക്കാൻ മത്സരിക്കാൻ മടി കാണിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അസംബ്ലിയിലേക്ക് മത്സരിക്കാനും അങ്ങനെ ഒരു മന്ത്രിയാവുക അത്തരത്തിലുള്ളൊരു ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അത് ഒരു ചെറിയ ഒരു പ്ലേ ഗ്രൗണ്ടിലാകുമ്പോൾ ചെറിയൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിലാകുമ്പോൾ ജയിക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയ്ക്കകത്ത് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട്. പക്ഷേ പാർലമെൻ്റ് ആകുമ്പോൾ UDF മൊത്തത്തിൽ പാർട്ടിയുടെ ഫുൾ സപ്പോർട്ട് വേണം. കോൺഗ്രസ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഛിന്ന ഭിന്നമായി നിൽക്കുന്ന അങ്ങോട്ടും എന്താ പറയുക അഭിപ്രായ വ്യത്യാസം കൊണ്ട് ആടിയൊലിയുന്നു എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മൂടി വച്ചിട്ടുള്ള മുറിവുകൾ ധാരാളമുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. LDFിൽ CPI മത്സരിക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. കഴിഞ്ഞ തവണ രാജ്യത്താകെ CPIക്ക് ഉണ്ടായിരുന്ന ഏക സീറ്റാണ് UDF പിടിച്ചെടുത്തത്. ഇത്തവണ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള മുന്നൊരുക്കം നേരത്തെ തന്നെ CPI തുടങ്ങിക്കഴിഞ്ഞു. രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ തവണയും ചെങ്കടി ഉയർന്ന മണ്ഡലമാണ് തൃശ്ശൂർ. BJPയുടെ വളർച്ചയിലും ഇടത് സംഘടനാ കരുത്ത് ഇവിടെ ചോർന്നിട്ടില്ല. ഇതോടൊപ്പം സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടി സൂക്ഷ്മത പുലർത്താനായാൽ തൃശ്ശൂർ തിരിച്ചുപിടിക്കാമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. മുമ്പൊക്കെ നമുക്ക് ഏകപക്ഷീയമായി UDFിന് സാധ്യതകളുണ്ട് എന്ന് സാധ്യതയല്ല UDF വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെ പറയാവുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. CN ജയദേവൻ മത്സരിച്ചപ്പോഴായാലും CK ചന്ദ്രപ്പൻ മത്സരിച്ചപ്പോഴായാലും അതിനു മുമ്പ് VV രാഘവൻ വിജയിച്ചപ്പോൾ പോലും നമ്മൾ ആരും കരുതിയിട്ടില്ല അങ്ങനൊരു ജയമുണ്ടാകുമെന്ന്. ഇക്കുറിയും നമുക്കങ്ങനെ കരുതാനുള്ള ഘടകങ്ങളില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനകത്ത് കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുന്ന മരവിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇത് ജനങ്ങളെ കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഒരു 50-50 ഗെയിമാണ് ഇക്കുറിയത്തെ തൃശ്ശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. UDFിന് തന്നെയാണ് വിജയസാധ്യത ഉള്ളത് എങ്കിലും ഇവൻ കാൻഡിഡേറ്റ് സുനിൽകുമാർ ആണെങ്കിൽ VS സുനിൽകുമാർ ആണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. തൃശ്ശൂർ മാത്രമാണ് 3 കാൻഡിഡേറ്റുകളെയും ആദ്യമായി പ്രഖ്യാപിച്ച മണ്ഡലം. VS സുനിൽകുമാർ ആണ് എന്നുണ്ടെങ്കിൽ UDFിന് ഭയങ്കരമായ ഭീഷണി ഉയർത്തും എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളിൽ ഊന്നിയുള്ള പ്രചരണത്തിനൊപ്പം കേന്ദ്രവിരുദ്ധ വികാരം ആളിക്കത്തിക്കുക കൂടിയാകും ഇടതുതന്ത്രം. LDF ഗവൺമെൻറ്റിനോട് വളരെ വ്യാപകമായ രീതിയിൽ ആൻറ്റി ഇൻകംബൻസി അധികാരവിരുദ്ധ മനോഭാവം ജനങ്ങളിലുണ്ട്. ജനങ്ങൾ വോട്ട് ചെയ്യാൻ വല്ലാണ്ട് മടിക്കും സാധാരണ സാഹചര്യങ്ങളാണെങ്കിൽ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം മോദി ഗവൺമെൻറ്റിനെ കാണുന്നത് മോദി ഗവൺമെൻറ് എന്നുള്ള രീതിയിലല്ല, ഒരു ഫാസിസ്റ്റ് കോർപ്പറേറ്റ് ഗവൺമെൻറ് എന്ന രീതിയിൽ തന്നെയാണ് വ്യാപകമായി കാണുന്നത്. നമുക്ക് തോന്നും ഒരു BJP അനുകൂല ഘടകം ഉണ്ട് കേരളത്തിൽ എന്നുള്ളത്. അത് 1-10 കാണിക്കാൻ കഴിയുന്ന BJPയുടെ പ്രൊപ്പഗൻഡ മെഷീനറിയുടെ ഫലമാണ്. ഇപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിൽ സുരേഷ് ഗോപി
അമിത്ഷായും കൂട്ടരും കൊടുക്കുന്ന പണം ഓരോരോ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ എന്താ പറയുക നന്മ മരത്തിൻ്റെ അവതാരം കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊതുവെ ആളുകൾ പലരും പറയുന്നുണ്ട് LDFന് തൃശ്ശൂരിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ മേൽക്കൈ നഷ്ടപ്പെട്ടു എന്നുള്ളത്. അത് വെറുതെയാണ്. LDFന് ഇത് CPMൻ്റെ CPIയുടെ മണ്ഡലമാണല്ലോ തൃശ്ശൂർ. തൃശ്ശൂരിൽ CPIയുടെ സംഘടനാ ശക്തി എന്ന് പറയുന്നത് തുലവും വിരളമാണ്. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. തൃശ്ശൂർ എന്തുകൊണ്ടാണ് CPIയുടെ പറുദീസയാണ് മെക്കയാണ് എന്നൊക്കെ പറയുന്നത്? അങ്ങനെയല്ല, CPMൻ്റെ സ്ട്രെങ്ത്തിനകത്താണ് CPI ഇവിടെ ജയിക്കുന്നത് എന്നാണ് എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. CPM വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ CPM വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ CPIക്ക് പരിക്ക് പറ്റും. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലും ഇടതു നേതൃത്വത്തിന് കണ്ണുണ്ട്. BJP എതിർക്കുന്നതിൽ ആരാണ് മുന്നിലെന്ന സ്വരം കൂടുതൽ ഉച്ചത്തിൽ ഉയർത്താനും ശ്രമിക്കുന്നു. ഇവിടെ ഇപ്പോൾ LDFൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് കരുവന്നൂർ പോലത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. LDF ലെയറിൽ നിന്നിരുന്ന ഒരു നിശ്ചിത ശതമാനം ആളുകൾക്ക് ഒരു അവേർഷൻ, ഒരു വിരുദ്ധ മനോഭാവം വന്നിട്ടുണ്ട്. വസ്തുതയാണ്. പക്ഷേ ആ വിരുദ്ധ മനോഭാവം കൃത്യമായിട്ട് പ്രവർത്തിച്ചതിന് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ, ഒരു സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ കൃത്യമായിട്ട് പ്രവർത്തിച്ചതിനെ എന്നുള്ളതല്ല, പ്രവർത്തിച്ചിരിക്കും. അത് അടുത്ത തിരഞ്ഞെടുപ്പിന് കാണാനിരിക്കുന്നേ ഉള്ളൂ. എന്ത് മായാജാലങ്ങൾ വരും കാലങ്ങളിൽ കാണിച്ചാലും അതുണ്ടാവും. പക്ഷേ ഇത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലാണ് ജനങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷത്തിനോട് വിമുഖത തോന്നിക്കുന്ന ഇടതുപക്ഷ ഗ്രൂപ്പുകളിൽപ്പെട്ടവരും സഹയാത്രികളും അനുഭാവികളും ഈ കാര്യത്തിൽ വളരെ സീരിയസ് ആയി എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. A ക്ലാസ് മണ്ഡലം എന്ന പട്ടികയ്ക്കപ്പുറം BJPയുടെ അഭിമാന പോരാട്ടത്തിന്റെ മേളപ്പെരുക്കമാണ് തൃശ്ശൂരിൽ കേൾക്കുന്നത്. പ്രധാനമന്ത്രി അടക്കം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വവും ഉറപ്പായി കഴിഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ടതിന്റെ അവസാന ദിവസമെത്തിയ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മണ്ഡലം വിട്ടുപോയിട്ടില്ല. ജില്ലയിലെ സാംസ്കാരിക പരിപാടികളിലെ സ്ഥിര സാന്നിധ്യമായ സുരേഷ് ഗോപി ജനകീയ വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ടും നിറഞ്ഞു നിൽക്കുകയാണ്. അവശത അനുഭവിക്കുന്നവർക്ക് സഹായം നൽകുന്നതിൽ ജില്ലയോ മണ്ഡലമോ നോക്കാതെ അദ്ദേഹം നടത്തുന്ന ഇടപെടലുകളും BJP നേതൃത്വത്തിന്റെ ആത്മവിശ്വാസമുയർത്തുന്നു. ഒരുപക്ഷെ രാജ്യത്ത് ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് ആദ്യമായി പ്രഖ്യാപിച്ച 2014 തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച ആൾ സുരേഷ് ഗോപിയാണ്. അദ്ദേഹമായിരുന്നു. അതിൻ്റെ ആവേശമൊക്കെ അദ്ദേഹം കാണിച്ചു ആദ്യകാലത്ത്. BJP ഇന്ന് കേരളത്തിൽ ഒരു പ്രസൻസ് ഉണ്ടെങ്കിലും ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റ് ആയിട്ട് മാറാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. മീഡിയ അങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള ഇതിലൂടെയൊക്കെ ഒരുപാട് എന്തൊക്കെ സംഭവിപ്പിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി BJP ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ BJPയുടെ നേതൃത്വം കേരളത്തിൽ ഒരു വാറിംഗ് ഗ്രൂപ്പാണ്. ഉത്തരേന്ത്യയിലൊക്കെ തന്നെ BJP എന്താ പറയുക ഒറ്റ കല്ല് പോലെയാണെങ്കിൽ തൃശ്ശൂരിൽ അങ്ങനെയല്ല. പല രീതികളിൽ പോവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണ്. ഇപ്പോൾ തന്നെ അവരുടെ എന്തോ ഒരു BJPയുടെ ജാഥ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ആ ജാഥ ഇത്രമാത്രം വലിയ ശക്തിയിലോട്ട് BJP വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടെമ്പോ ഇതായിരിക്കില്ലല്ലോ. അപ്പോൾ അതൊരു ബോഗസ് ആയിട്ടുള്ള ഒരു പ്രചരണമാണ് BJP തൃശ്ശൂരിൽ ഉണ്ടാകുന്നുള്ള കാര്യം. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ പ്രചരണത്തിനും തൃശ്ശൂരിൽ BJP നേതൃത്വം പ്രത്യേക ശ്രദ്ധ നൽകുന്നു. ഭാരത് അരിയുടെ വിതരണം തൃശ്ശൂരിൽ നിന്നായതൊന്നും യാദൃച്ഛികമല്ല. അവർ ചരിത്രപരമായിട്ട് നേടിക്കൊണ്ടിരിക്കുന്ന മുൻകാലങ്ങളിൽ നേടിയ വോട്ട് കിട്ടും. ഒരു അഡീഷണൽ ഇൻക്രീസ് ഉണ്ടാവും. ധാരാളം പണം മുഴക്കുന്നത് കൊണ്ടുള്ള ഒരു അഡീഷണൽ അഡ്വാൻറ്റേജും കൂടി സാധ്യതയുണ്ട്. പിന്നെ അതാണ് BJPയുടെ സാധ്യത. BJP ഇപ്പോൾ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് വരില്ല. പക്ഷെ പ്രൊപ്പഗൻഡ ബേസിൽ അവർ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. BJP കേരളത്തിൽ ഒന്നുമല്ലാതിരുന്ന കാലത്ത് പാലക്കാടൊക്കെ ആയിരുന്നു അവരുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ ആ കാലത്ത് പോലും BJPക്ക് ഒരു ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നുണ്ട്, പക്ഷേ 1നെ 10 ആക്കി കാണിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ 10നെ 100 ആക്കി കാണിക്കുന്ന ഒരു വലിയ
മാനിപ്പുലേറ്റീവ് പൊളിറ്റിക്സ്, മാനിപ്പുലേറ്റീവ് ടെക്നോളജി അവരുടെ കയ്യിലുണ്ട്. പിന്നെ അഗ്രസീവായിട്ടുള്ള അടിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ ശൈലി. ഈ രണ്ട് രാഷ്ട്രീയ ശൈലിയും കൊണ്ട് BJP പ്രസൻസ് ആയിരിക്കും. NDA സഖ്യത്തിന് സമാഹരിക്കാവുന്ന വോട്ടുകൾക്കൊപ്പം സ്ത്രീകളുടെയും പുതുവോട്ടർമാരുടെയും പിന്തുണ കൂടി BJP നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങൾ അനുകൂലമാക്കാനുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ 3 മുന്നണികളും ആരംഭിച്ചിരുന്നു. തൃശൂർ മണ്ഡലത്തിലെ പൊതുവായ രാഷ്ട്രീയ സ്ഥിതിഗതികളുടെ അവലോകനമാണ് നമ്മൾ നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 മുന്നണികളുടെയും സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക രൂപപ്പെട്ടു വരുന്നത് ഇങ്ങനെയാണ്. UDF സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP TN പ്രതാപൻ തന്നെ മത്സരിക്കും. LDFിൽ മുൻ മന്ത്രി VS സുനിൽകുമാറിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വരുമെന്ന കാര്യം ഉറപ്പ്. തൃശ്ശൂരിൽ നിന്നും നമ്മൾ പോകുന്നത് പാലക്കാടേക്കാണ്. വേനലിന്റെ കാഠിന്യത്തിനൊപ്പം മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിലേക്കും നീങ്ങുകയാണ്. ഇടതുപക്ഷത്തിന് രാഷ്ട്രീയ മുൻതൂക്കമുള്ള പാലക്കാട് UDFും പലതവണ മണ്ഡല മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്. 1957 CPIയുടെ PK കുഞ്ഞനിലൂടെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ആദ്യ വിജയം. 62ലും PK കുഞ്ഞൻ വിജയം ആവർത്തിച്ചു. 1967 EK നായനാരെ 2 കൈയും നീട്ടി മണ്ഡലം സ്വീകരിച്ചു. 1971 AK ഗോപാലൻ പാലക്കാടിനെ പ്രതിനിധീകരിച്ചു. എന്നാൽ 77 സുന്ന സാഹിബിലൂടെ UDF വിജയക്കൊടി ഉയർത്തി. 1980ലും 84ലും കോൺഗ്രസിലെ VS വിജയരാഘവനെ മണ്ഡലം വിജയതിലകമണിയിച്ചു. 1989 A വിജയരാഘവനിലൂടെ CPM ശക്തമായി തിരിച്ചുവന്നു. 96 മുതൽ 2004 വരെ നടന്ന 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും CPMന്റെ NN കൃഷ്ണദാസ് വിജയം നേടി. 2009ലും 2014ലും MP രാജേഷിന്റെ ഊഴമായിരുന്നു. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജേഷിനും കാലിടറി. 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ VK ശ്രീകണ്ഠന്റെ വിജയം കണക്കുകൂട്ടലുകൾക്കപ്പുറത്തായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ ഒന്ന് പരിശോധിക്കാം. 11,637 വോട്ടായിരുന്നു VK ശ്രീകണ്ഠന്റെ ഭൂരിപക്ഷം. VK ശ്രീകണ്ഠൻ 3,99,274, MP രാജേഷ് 3,87,637 എന്നിങ്ങനെയായിരുന്നു വോട്ടിംഗ് നില. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച C കൃഷ്ണകുമാർ 2,11,556 വോട്ട് നേടി. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ളത്. 5ഇടത്തും LDF പ്രതിനിധികളാണ്. പാലക്കാട് ഷാഫി പറമ്പിൽ, മണ്ണാർക്കാട് N ഷംസുദ്ദീൻ എന്നിവരാണ് UDF MLAമാർ. പട്ടാമ്പി മുഹമ്മദ് മുഹസിൻ, ഷൊർണൂർ P മമ്മിക്കുട്ടി, ഒറ്റപ്പാലം K പ്രേംകുമാർ, കോങ്ങാട് K ശാന്തകുമാരി, മലമ്പുഴ A പ്രഭാകരൻ എന്നിവരാണ് LDF പ്രതിനിധികൾ. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ പാലക്കാട് UDF ക്യാമ്പിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളും ഒന്നുമില്ല. VK ശ്രീകണ്ഠൻ തന്നെ ഒരിക്കൽ കൂടി UDFനായി അങ്കത്തട്ടിലിറങ്ങും. തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ നിലവിലെ MPയുടെ പ്രവർത്തനം തീർച്ചയായും വിലയിരുത്തപ്പെടും. VK ശ്രീകണ്ഠൻ ലോക്സഭാംഗം എന്നുള്ള നിലയ്ക്ക് മോശക്കാരനൊന്നുമല്ല, ജനകീയനാണ്. അക്കാര്യത്തിലും സംശയമില്ല. നമ്മുടെ ലോക്സഭാംഗങ്ങളിൽ ഈ 17 ലോക്സഭാംഗങ്ങളുടെ കാര്യത്തിൽ ഒരു കണക്ക് പുറത്തു വന്നിരുന്നു. ഒരൊറ്റ ചോദ്യം പോലും ചോദിക്കാത്ത 9 MPമാരുണ്ട് എന്നാണ് കണക്ക് വന്നത്. എന്തായാലും ശ്രീകണ്ഠൻ അതിൽ പെടില്ല. ശ്രീകണ്ഠൻ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന MPയാണ്, ജനകീയനായിട്ടുള്ള ആളുമാണ്. അതുകൊണ്ട് ശ്രീകണ്ഠൻ്റെ MP എന്ന നിലയിലുള്ള പ്രവർത്തനത്തെ അത് വെച്ചുകൊണ്ട് തന്നെ തീരെ മോശമാണ് എന്ന രീതിയിൽ ആർക്കും പറയാൻ പറ്റില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് UDF വിലയിരുത്തൽ. കോൺഗ്രസ് സംഘടനാ സംവിധാനത്തെ ഉണർത്തുകയാണ് ആദ്യ കടമ്പ. സമരാഗ്നി യാത്രയോടെ പാർട്ടി സംവിധാനം പൂർണ്ണമായും തെരഞ്ഞെടുപ്പിന് സജ്ജമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് നേതൃത്വം. UDF കുറേ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്, അവരുടെ പ്രസ്താവനകൾ ധാരാളം വരുന്നുണ്ട്. ഇപ്പോഴും അവരുടെ സമര ജാഥ നടക്കുന്നുണ്ട്, ഈ സർക്കാരിനെതിരെ ഉള്ള വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. പക്ഷേ UDF ശക്തമായ രൂപത്തിൽ ഉള്ളൊരു നീക്കം നടത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം 2 തവണ നിയമസഭയിൽ അവർക്ക് പരാജയം സംഭവിച്ചതാണ്. ഭരണം നഷ്ടപ്പെട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം 1ാം പിണറായി സർക്കാർ, അത് കഴിഞ്ഞ് എന്തായാലും ഭരണത്തുടർച്ച ഉണ്ടാവില്ല എന്ന് എല്ലാ ആളുകളും വിചാരിച്ച. കാരണം അത്രയധികം പ്രശ്നങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് മറ്റുള്ള ബന്ധങ്ങൾ, മറ്റുള്ള ആരോപണങ്ങൾ, അങ്ങനെ പലതുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും 2ാം പിണറായി സർക്കാർ ഉണ്ടായി. എന്തുകൊണ്ടാണ്?
UDF വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല. അവർ ഒത്തൊരുമയോട് കൂടിയിട്ട് ജനങ്ങൾക്കിടയിൽ അവർ പറയുന്ന കാര്യങ്ങൾ കൺവിൻസിംഗ് ആക്കി മാറ്റുന്ന രീതിയിൽ, വിശ്വസനീയമായിട്ട് മാറ്റുന്ന ഒരു രീതിയിൽ പ്രവർത്തിച്ചില്ല. രാഷ്ട്രീയമായും സംഘടനാപരമായും ഏറെ കരുത്തുള്ള പാലക്കാട് തിരിച്ചുപിടിക്കുക CPMന്റെ അഭിമാന പ്രശ്നമാണ്. തെരഞ്ഞെടുപ്പിനുള്ള സംഘടനാപരമായ ഒരുക്കങ്ങൾ CPMും LDFും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ശബരിമല പ്രശ്നം സൃഷ്ടിച്ച വൈകാരിക പരിസരവും രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാനമാകെ UDFന് നൽകിയ ഉണർവുമാണ് കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠനെ തുണച്ചത്. ഒപ്പം ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണവും UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ നിർണായകമായി. മാറിയ സാഹചര്യത്തിൽ മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി പാലക്കാട് തിരിച്ചുപിടിക്കാമെന്നാണ് CPM കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ പോലും നമ്മൾ നോക്കേണ്ടത്, ഇത്രയൊക്കെ വലിയ രാഹുൽ ഗാന്ധി സുനാമിയും ഈ ശബരിമല സുനാമിയും ഒക്കെ ഉണ്ടായിട്ട് പോലും രാജേഷും ശ്രീകണ്ഠനും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം ആകെ 1.34% മാത്രമാണ്. വെറും 11,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അവിടെ ശ്രീകണ്ഠൻ ജയിക്കുന്നത്, ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് ജയിക്കുന്നത്. അവിടെ പോലും സംഭവിച്ചത് LDFൻ്റെ സാധാരണയിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന പാലക്കാട് ജില്ലയിൽ 2 എണ്ണം മാത്രമാണ് ഇപ്പോഴും UDFൻ്റെ കയ്യിലുള്ളത്. ഒന്ന് മണ്ണാർക്കാടാണ്, രണ്ടാമത് പാലക്കാടാണ്. ഒന്ന് ലീഗിൻ്റെ കയ്യിലാണ്, രണ്ടാമത് കോൺഗ്രസിൻ്റെ കയ്യിലാണ്. ഈ 2 മണ്ഡലങ്ങളിൽ അവിടെ പ്രത്യേകിച്ച് പാലക്കാട് ജയിക്കാനൊക്കെയുള്ള കാരണം ഷാഫി പറമ്പലിനെ പോലെ വളരെ ശക്തനായ ജനപ്രിയനായ നേതാവുള്ളതുകൊണ്ടാണ്. മണ്ണാർക്കാടാണ് അവരുടെ സുരക്ഷിത മണ്ഡലം എന്ന് പറയാവുന്നത് UDFൻ്റെ. ബാക്കി 5 മണ്ഡലങ്ങളിലും MLAമാർ LDFൻ്റെ ആളുകളാണ്. ഒരു CPIക്കാരനും ബാക്കി 4 CPMകാരുമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് 2019 തോറ്റത്? വളരെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1.5% വ്യത്യാസം മാത്രമാണ് വോട്ട് ഷെയറിൽ ഉള്ളത്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളിൽ ഊന്നിയുള്ള പ്രചരണം പാലക്കാട് ഏറെ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലുമുണ്ട്. BJPയെ സംബന്ധിച്ചും അഭിമാന മണ്ഡലമാണ് പാലക്കാട്. കരുത്തറിയിക്കാൻ കടുത്ത പോരാട്ടത്തിന് തന്നെയാണ് തയ്യാറെടുപ്പ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ നേട്ടങ്ങൾ നൽകുന്ന ഊർജ്ജത്തിലാണ് BJPയുടെ പ്രതീക്ഷകൾ. ദേശീയ നേതൃത്വത്തിന്റെ സവിശേഷ ശ്രദ്ധ കൂടി പതിയുന്നതോടെ അണികളും ആവേശത്തിലാണ്. BJP കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കാലത്ത് പരിഹാസപാത്രമായിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു. കാരണം പല നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലുമൊക്കെ വോട്ട് വിൽക്കുക എന്ന് പറയുന്നൊരു ആരോപണം അവർക്കെതിരെ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് 2%, 3%, 4%, 5% വോട്ടുകളൊക്കെയാണ് BJPക്ക് പല സ്ഥലത്തുണ്ടായിരുന്നത്. ഇങ്ങനെ ഇപ്പോൾ നമുക്കറിയാം, ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലാണെങ്കിലും വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലാണെങ്കിലൊക്കെ അവിടെയൊക്കെ ഈ രീതിയിൽ കോലീബി സഖ്യം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്, നമുക്കറിയാം. പക്ഷേ കുറച്ച് കാലമായിട്ട്, പ്രത്യേകിച്ച് 2014 ശേഷം, 2014 ഉൾപ്പെടെ ഉള്ള സമയത്തിന് ശക്തമായിട്ട് അവർ വന്നിരുന്നു. 2019 2 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടിയ BJP ഇത്തവണ വോട്ട് വിഹിതമുയർത്താനുള്ള കഠിന ശ്രമത്തിലാണ്. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന RSSന്റെ സംഘടനാ സംവിധാനത്തിനൊപ്പം രാമക്ഷേത്രം മുതൽ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വരെ BJP തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കും. പാലക്കാട്ടെ പൊതുവായ രാഷ്ട്രീയ സ്ഥിതിഗതികളുടെ അവലോകനവും 3 മുന്നണികളുടെയും സാധ്യതകളും പ്രതീക്ഷകളുമാണ് നമ്മൾ വിലയിരുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളുടെ ഒരു സാധ്യതാ പട്ടിക രൂപപ്പെട്ടു വരുന്നത് ഇങ്ങനെയാണ്. UDFന് വേണ്ടി സിറ്റിംഗ് MP VK ശ്രീകണ്ഠൻ തന്നെ മത്സരിക്കും. LDF സ്ഥാനാർത്ഥിയായി പ്രമുഖ CPM നേതാവ് മണ്ഡലത്തിലെ മുൻ MP കൂടിയായ A വിജയരാഘവൻ രംഗത്തിറങ്ങിയേക്കും. BJP C കൃഷ്ണകുമാറിനെ ഒരിക്കൽ കൂടി രംഗത്തിറക്കിയേക്കും. ആരാകും സ്ഥാനാർത്ഥിയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.